പുന്നാരപ്പൂവിൻ്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾക്കെന്തു ചമൽക്കാരം. പുഞ്ചിരി കണ്ടാലതു മതി ജീവിത വിജയ പുരസ്കാരം. പഞ്ചാര തിരുമേനി മണത്തവരിരുജഗമിൽ താരം. പുന്നാരപ്പൂവിൻ്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾക്കെന്തു ചമൽക്കാരം. പുഞ്ചിരി കണ്ടാലതു മതി ജീവിത വിജയ പുരസ്കാരം. പഞ്ചാരത്തിരുമേനി മണത്തവരിരുജഗമിൽ താരം. എന്നാണെൻ്റെ കിന കൊതി തീരണ രാവ റസൂലല്ലാഹ്, ഒന്ന് പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. എന്നാണെൻ്റെ കിന കൊതി തീരണ രാവ റസൂലല്ലാഹ്, ഒന്ന് പൂമുഖ ദർശന സൗഭാഗ്യം തരുമോ മുല്ല. من رأى وجهك يسعد يا رسول الله، من رأى وجهك يسعد يا حبيب الله. പുന്നാരപ്പൂവിൻ്റെ കവിൾ തടമെന്തൊരലങ്കാരം, പൊന്നൂറിൻ്റെ പ്രഭാകിരണങ്ങൾക്കെന്തു ചമൽക്കാരം. പുഞ്ചിരി കണ്ടാലതു മതി ജീവിത വിജയ പുരസ്കാരം. പഞ്ചാരത്തിരുമേനി മണത്തവരിരുജഗമിൽ താരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും കേട്ടല്ലോ, മദ്ഹാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാഴ്ത്തിക്കൊണ്ടുള്ള മദ്ഹ് നമ്മിങ്ങനെ പാടണം. ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആത്മാർത്ഥ സ്നേഹത്തോടുകൂടെ ആ പുന്നാര നബി തങ്ങളെങ്ങനെ മദ്ഹ്, ഏത് മദ്ഹാണെങ്കിലും കുഴപ്പമില്ല, ആത്മാർത്ഥതയോടുകൂടെ അതിൻ്റെ നല്ല മട്ടത്തിലിങ്ങനെ ഇരുന്ന് പാടുമ്പോൾ മനസ്സിൽ വല്ലാത്ത സ്നേഹം ആ മുത്തുനബിയോട് ഉണ്ടാകുന്നതാണ്. പിന്നെ ഈ മാസം എന്ന് പറയുന്നത് മുത്തുനബിയുടെ മാസമാണല്ലോ. മുത്തുനബിയുടെ മാസം എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഇഷ്ക് വെക്കുന്ന ആളുകൾക്ക് സ്വലാത്ത് ചൊല്ലാനും മൗലിദ് പാരായണം ചെയ്യാനും മദ്ഹ് പാടാനും എല്ലാത്തിനും ഒരു നല്ലൊരു സുവർണാവസരമായിട്ടുള്ള ഈ മാസമാണ്. ഈ മാസത്തിൽ എത്രയും നാം മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ അത്രയും നാം ചൊല്ലാൻ തയ്യാർ ചെയ്യണം. നിങ്ങളും ഇതുപോലെ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ആരെയും കേൾപ്പിക്കേണ്ടതില്ല, ഒറ്റയ്ക്ക് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേലിൽ ഇങ്ങനെ മദ്ഹ് പാടുക എന്തൊരു രസമായിരിക്കും. സ്വലാത്ത് എന്ന് പറയുമ്പോൾ ഒരുപാട് ബറക്കത്തുള്ള കാര്യങ്ങൾ, നമുക്ക് നടക്കൂല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ, എല്ലാ ന്യൂനതകളും മറച്ചു വയ്ക്കാനും എല്ലാ ഖൈറിൻ്റെ വഴികൾ തുറക്കാനും, ഈ ദുനിയാവിൽ നടക്കാത്ത പരലോകത്ത് നടക്കാത്ത ഒരു കാര്യവും ഉണ്ടാവുകയില്ല. ഈ സ്വലാത്ത് ചൊല്ലുന്നവൻക്ക് എല്ലാം നടത്തി കൊടുക്കുന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ. ഹമ്മുദ്ദുനിയ വഹമ്മുൽ ആഖിറ എന്ന് പറഞ്ഞല്ലോ. ദുനിയാവിലെന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നീങ്ങും, ആഖിറത്തിലെന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും സ്വലാത്തുകൾ കൊണ്ട് നീങ്ങുന്നതാണ്. അതിനാണ് ഈ പ്രത്യേകിച്ച് ഈ മാസത്തിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.